നമ്മൾ ഈ ചൈന കാൻഡൺ ഫെയറിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കാൻഡൺ ഫെയറിലൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ടാകും. അവിടെയല്ല, അതൊരു 10% കാര്യമുള്ളൂ. ബാക്കി 90% കാര്യം കിടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു വലിയ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പിലേക്കാണ്. ഞങ്ങൾ 100-200 ട്രിപ്പുകളിലൂടെ പോയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു 10 കോടിയും 100 കോടിയും 1000 കോടിയും ഒക്കെ കച്ചവടം ചെയ്യുന്ന 10 വർഷത്തെ 20 വർഷത്തെ ഒക്കെ ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, പൂളുണ്ട്. അതിലേക്ക് മെമ്പർ ആവുക അല്ലെങ്കിൽ അതിലൊരു പാർട്ടാവുക എന്നുള്ള ആ ഒരു പ്രിവിലേജ് ഭയങ്കര തന്നെ. നമ്മൾ ഏത് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയാലും നമ്മളെ സ്വീകരിക്കാൻ ഒരാൾ, നമ്മളെ ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അതിന് പറ്റിയ ആൾ, നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഓപ്പറേഷൻ തുടങ്ങണമെങ്കിൽ അതിന് പറ്റിയൊരു കണക്ഷൻ, അതല്ലെങ്കിൽ നമ്മുടെ ഐഡിയ ഒന്ന് എക്സ്പാൻഡ് ആക്കണമെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ ERP സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ആളുകൾ, നമ്മുടെ ഫൈനാൻസ് വെച്ചാറൊന്ന് സ്ട്രക്ചർ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ആൾ, അങ്ങനെ തുടങ്ങി A to Z നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ ലൈഫിനും ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും തരാൻ പറ്റിയ 10, 15, 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആയിരക്കണക്കിന് കോടികളുടെ കച്ചവടം കളക്റ്റീവായിട്ട് ചെയ്യുന്ന വലിയൊരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഭാഗമാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ തലവര തന്നെ മാറ്റാതെ മതിയാവും ചിലപ്പോൾ. അവിടെയാണ് ശരിക്കും ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പ് എന്നുള്ള കൺസെപ്റ്റ് അന്വർത്ഥമാകുന്നതും ആ ഒരു ക്വാളിറ്റി ഓഫ് ഓഡിയൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതും.